പുകമറ. പാരമൺതോട് ഗ്രാമത്തിൽ അന്ന് നട്ടുച്ചയ്ക്ക് കൊണ്ടു നിർത്തിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ നിന്നും അയാൾ ഇറങ്ങി. ശേഷം അവിടെ പരിചയമുള്ള ഒരു ചായക്കടയിൽ കയറിയിരുന്നു. ചായക്കടക്കാരൻ അയാളെ കണ്ട് ചോദിച്ചു, മോനെ കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ, മോൻ്റെ നാടെവിടാ? ഞാനീ നാട്ടുകാരനാ, അച്ഛനിവിടാ, ഒന്ന് കാണാൻ വന്നതാ. ഉത്തരം കേട്ട ചായക്കടക്കാരൻ അടുത്ത ചോദ്യം ചോദിച്ചു, മോൻ്റെ വീട്ടുപേര്? കരിമ്പൻ മനയ്ക്കൽ. അയാൾ ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്തിട്ട് ഒരു കവിൾ ചായ മോന്തി. പെട്ടെന്ന് ചായക്കടക്കാരൻ പരിചയസ്വരത്തിൽ പറഞ്ഞു, കരിമ്പൻ മനയ്ക്കൽ തറവാട്ടിലെ ഭാരതി അമ്മയുടെയും കുട്ടിക്കൃഷ്ണൻ മാഷിൻ്റെയും മകൻ സത്യനാരായണൻ അല്ലേ മോൻ? ചോദ്യം കേട്ട അയാൾ പറഞ്ഞു, അതേ, ചേട്ടൻ എന്നെ എങ്ങനെ അറിയാം? എന്ത് ചോദ്യമാ എൻ്റെ കുട്ടി ഇത്? പണ്ട് എത്ര ചായ നീ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കുടിച്ചിരിക്കുന്നു. പെട്ടെന്ന് സത്യനാരായണൻ അത് ഓർത്തു. ഓ, ഗോപിച്ചേട്ടൻ. അതെ, ഗോപിച്ചേട്ടൻ തന്നെ മോനെ. ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഈ ചായ കുടിക്കുന്ന രുചിയിലൂടെ നീ എന്നെ ഓർക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ എനിക്ക് നിന്നെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു. ചായക്കടക്കാരൻ്റെ പരാതി കേട്ട് അയാൾ താൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായയിലേക്ക് ഒന്ന് നോക്കി. ഗ്ലാസ്സിൽ അവശേഷിച്ചിരുന്ന അവസാന ചായയും കുടിച്ച ശേഷം അയാൾ ചായക്കടക്കാരന് നേരെ കാശ് നീട്ടി. അത് കണ്ട് അയാൾ ചോദിച്ചു, എന്താ മോനെ ഇത്? വർഷങ്ങൾക്ക് ശേഷം നീ എൻ്റെ കയ്യിൽ നിന്ന് കുടിച്ച ആദ്യത്തെ ചായയല്ലേ? അതിന് കാശ് വേണ്ട. അങ്ങനെ പറയല്ലേ ചേട്ടാ, നാളുകൾ കഴിഞ്ഞ് ഇന്നല്ലേ ഞാൻ ചേട്ടനെ കാണുന്നേ. എൻ്റെ സന്തോഷത്തിന് നിങ്ങളിത് വാങ്ങണം. സത്യനാരായണൻ നിർബന്ധത്തിൽ വഴങ്ങി അയാൾ ചായയുടെ കാശ് വാങ്ങി. കടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി നടന്ന സത്യനാരായണനെ കണ്ട ചെറുപുഞ്ചിരിയോടെ അയാൾ നോക്കി. കടയിൽ നിന്ന് ഇറങ്ങിയ അയാൾ പതിയെ അച്ഛൻ്റെ തറവാട്ടിലേക്ക് നടന്ന് ആ കരിയില കയറിയ മുറ്റത്ത് അയാളെത്തി. അവിടെ പണ്ട് മുതൽ നിന്നിരുന്ന തുളസിത്തറയിലെ വാടിക്കരിഞ്ഞ കൃഷ്ണ തുളസി ചെടിയുടെ ഇലകൾ തളർന്ന മട്ടിൽ അയാളെ നോക്കി നിന്നു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടയാൾ തിരിഞ്ഞു നോക്കിയത് സത്യനാരായണ പിന്നിൽ നിന്നും വിളിച്ചത് സുകുമാരനായിരുന്നു. അയാളെ കണ്ട സത്യനാരായണൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു. പണ്ട് ഈ തറവാട്ടിലെ വേലക്കാരനായിരുന്ന രവീന്ദ്രൻ്റെ മകനാണ് സുകുമാരൻ. കാലാകാലങ്ങളായി അയാളുടെ കുടുംബക്കാരാണ് ഈ തറവാട്ടിലെ വേലക്കാർ. സത്യനാരായണനെ കണ്ട സുകുമാരൻ വേഗം അടുത്തേക്ക് വന്നു. എന്താ സത്യനാരായണ ഇങ്ങോട്ടൊക്കെ? ഞാൻ ചോദിച്ചത് കൊണ്ടൊന്നും തോന്നരുത്. നീ അച്ഛനോട് എന്നെ പിണങ്ങിയിറങ്ങിയതല്ലേ? അയാളുടെ വർത്തമാനത്തിൻ്റെ രീതി സത്യനാരായണന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഇങ്ങനെ പറഞ്ഞു, പിണങ്ങിയിറങ്ങിയതൊക്കെ പഴയ കഥയല്ലേ സുകുമാര. പെട്ടെന്ന് അച്ഛനെ ഒന്ന് കാണാൻ മനസ്സ് പറഞ്ഞു, അതുകൊണ്ട് വന്നതാ. കണ്ടിട്ട് ഇന്ന് തന്നെ പോവും. സുകുമാരൻ അയാളെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അതിന് നിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്ന് മകൻ വന്നു. തിരിച്ചു പോയപ്പോൾ അച്ഛനെയും കൂടി കൊണ്ടുപോയി. സുകുമാരൻ അപ്പുറത്തേക്ക് നീങ്ങി നിന്നിട്ട് വിദേശത്ത് പോയ കുട്ടിക്കൃഷ്ണൻ്റെ മകൻ ശേഖരനെ വിളിച്ചു. സത്യനാരായണൻ അച്ഛനെ തിരക്കി നാട്ടിൽ വന്ന വിവരം അറിയിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അയാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്. അതുവരെ സത്യനാരായണനെ തറവാട്ടിൽ താമസിപ്പിക്കാൻ ശേഖരൻ പറഞ്ഞു. സത്യനാരായണൻ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞ് തിരിച്ചു പോവാൻ ഒരുങ്ങുകയാണ്. പക്ഷേ സുകുമാരൻ അയാളെ